السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നാം സ്വയമായി വരുത്തിവെക്കുന്ന ചില അപകടങ്ങളും പ്രശ്നങ്ങളും നമ്മൾക്ക് തന്നെ വിനയാകുക, അതിൽ നമ്മൾ പ്രശ്നത്തിലാകുക, ആ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിന് മറ്റൊരാളെ പഴുതു ചാരേണ്ടതില്ല, മറ്റൊരാളിൽ നിന്ന് വരുന്നതല്ല. അത് നമ്മുടെ സ്വയമായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വികാരങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ, അത്തരം അപകടങ്ങൾ, അത്തരം നശീകരണങ്ങൾ നമ്മളിൽ എത്തുന്നത് എന്നത്. ആ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. ഒരു 6 കാര്യങ്ങളെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ സൂക്ഷിക്കാത്ത കാലത്തോളം ആ വ്യക്തി അവൻ പരാജയത്തിലായിരിക്കും, പരാജയത്തിൻ്റെ പടുകുഴിയിലായിരിക്കും, ദുന്യാവിലും ആഖിറത്തിലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു 5-6 കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 1, ലക്ഷ്യബോധമില്ലായ്മ. അത് ദുന്യവിയായ വിഷയമാകട്ടെ ഉഖ്റവിയായ വിഷയമാകട്ടെ, അവൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും അവനൊരു ലക്ഷ്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ചെറിയൊരു കഥയിലൂടെയാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ദുന്യാവിൻ്റെ വിഷയമാകട്ടെ ആഖിറത്തിൻ്റെ വിഷയമാകട്ടെ, അതിൽ നമ്മൾക്ക് എന്തില്ല, അതിൻ്റെ തുടക്കം, അതിൻ്റെ പരിണാമം എങ്ങനെ എന്ന് ചിന്തിക്കാതെ അത് എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയും ഒരു മാനസികാതലും എത്തുകയാണെങ്കിൽ ആ മനുഷ്യൻ ഇവിടെ ഒരു കാലത്തും വിജയിക്കാൻ കഴിയില്ല. ഒരു കഥയാണ്, ഞാനൊരു വായിച്ച കഥയാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. ആ രാജാവിന് പല മന്ത്രിമാരുമുണ്ട്. അതിൽ നിന്ന് 3 മന്ത്രിമാരെ പ്രത്യേകമായി ആ രാജാവ് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ഈ 3 പേരെയും വിളിച്ചിട്ട് അവർക്ക് 3 പേർക്കും ഓരോ ചാക്ക് കൊടുത്തു. ചാക്ക് കൊടുത്തിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ചാക്ക് നിറയെ, നിങ്ങൾക്ക് തന്ന ഓരോരുത്തർക്കും തന്നതായ ഈ ചാക്ക് നിറയെ പഴങ്ങൾ ശേഖരിച്ചു വരണം. ടൈം കൊടുത്തു, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തിക്കണമെന്ന്. അങ്ങനെ 3 ആളും ഓരോ ചാക്കും വാങ്ങി 3 ഭാഗത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കെ ഒന്നാമത്തെ ആൾ വിചാരിച്ചു, ഞാൻ ഈ ചാക്കിൽ അല്പം പഴുത്തതും പഴുപ്പ് കുറവായതും പച്ചയും അതുപോലെ തന്നെ മൂത്ത പഴങ്ങളും മാത്രം നിറക്കണം, ഇല്ലെങ്കിൽ എനിക്കിത് വിനയാവും. കാരണം എന്താണ്, ഇത് എല്ലാം പഴുത്ത് ആണെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അദ്ദേഹം പതുക്കെ പഴുപ്പുള്ളതും നല്ല പഴുത്തതും അതുപോലെ തന്നെ മൂത്തതും പഴുപ്പാകാൻ നിൽക്കുന്നതും മൂക്കാൻ പോകുന്നതുമായ പഴങ്ങളെ അദ്ദേഹം ശേഖരിച്ചു. രണ്ടാമത്തെ ആൾ പോയപ്പോൾ എന്ത് കരുതി എന്നറിയോ, ഇതിലെ ഒരു പകുതി ഭാഗം നിറക്കാം, പകുതി ഭാഗം ചപ്പ് ചവറുകൾ നിറച്ച് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പഴങ്ങൾ കൊണ്ട് നിറക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. മൂന്നാമത്തെ ഒരാൾ എന്ത് വിചാരിച്ചു എന്നറിയോ, അദ്ദേഹം പോകുന്ന വഴിയിൽ അദ്ദേഹം വിചാരിച്ചു, രാജാവ് ഇതൊന്നും തുറന്നു നോക്കുകയില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഏകദേശം 3/4 ഭാഗം എന്നല്ല, ഏകദേശം ഭാഗം ചണ്ടി ചവറുകളും അതുപോലെ പറ്റാത്ത വസ്തുക്കൾ നിറച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഴം വെച്ചുകൊണ്ട് രാജാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലാം എന്നായിരുന്നു. ഈ പ്രസ്തുത തീരുമാനം അനുസരിച്ചുകൊണ്ട് അവർ 3 പേരും വൈകുന്നേരമാകുമ്പോഴേക്ക് രാജാവിൻ്റെ അടുക്കലെത്തി. 3 പേരും. രാജാവ് നോക്കി, എൻ്റെ നിറയുണ്ട്, എൻ്റെ അതുകൊണ്ട് മറ്റൊന്നുണ്ട്. ഈ 3 പേരെയും രാജാവ് എന്ത് ചെയ്യുന്നറിയേ, ചില സൗകര്യങ്ങളൊക്കെ ഉള്ള ഓരോ റൂമിലാക്കി 3 റൂമും വളരെ ഭദ്രമായി അടച്ചുപൂട്ടി. അവൻ കൊണ്ടുവന്ന പഴം, ഓരോരുത്തരും കൊണ്ടുവന്ന പഴവുമായി ഓരോ റൂമിലേക്ക് ആക്കുകയും ആ റൂം അടച്ച് ഭദ്രമായി പൂട്ടുകയും ചെയ്തു. അങ്ങനെ 3 റൂമിൽ 3 ആളുകളെയും ആക്കി അവർ കൊണ്ടുവന്ന പഴങ്ങളും അതിലാക്കി. ഒരു മാസക്കാലം അവിടെ പൂട്ടിയിട്ടു. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഈ ചണ്ടി ചവറുകളൊക്കെ വെച്ച് താൽക്കാലികമായി രാജാവിൻ്റെ കണ്ണടക്കാനെന്ന കുരുട്ടുവിദ്യയുള്ള ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. പകുതിയോളം നിറച്ച മനുഷ്യൻ്റെ ആ കവാടം തുറന്നു നോക്കുമ്പോൾ ആ മനുഷ്യന് ഏകദേശം എല്ലും തൊലിയുമായി അദ്ദേഹം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം അവർക്ക് കാണാൻ കഴിഞ്ഞു. മൂന്നാമത്തെ റൂം ഫുള്ളായിട്ട് നിറച്ച് പഴം, പച്ചയും പഴുത്തതും അല്ലാത്തതുമായി നിറച്ച ആ പഴവുമായി വന്ന
ആ വ്യക്തിയുടെ റൂം തുറന്നപ്പോൾ അദ്ദേഹം ഉന്മേഷവാനാണ്, അദ്ദേഹത്തിന് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല, അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, നാം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിൻ്റെ തുടക്കം, അതിൻ്റെ പരിണാമം, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കാതെയുള്ള ജോലികൾ, അതുമായി ഏർപ്പെട്ട വിഷയങ്ങൾ മുഴുവനും നഷ്ടത്തിലാകും എന്നത് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നിങ്ങൾ നോക്ക്, അപ്പോൾ താൽക്കാലികം യജമാനനെ കണ്ണുമറക്കാൻ വേണ്ടി ചെയ്ത ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? നല്ലവണ്ണം ഇത് ഏത് നിലയ്ക്ക് ഉപയോഗിക്കാതിൻ്റെ പരിണാമം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച മനുഷ്യന്റെ അവസാനം, അതുപോലെ തന്നെ അതിൻ്റെ മധ്യത്തിലുള്ള രണ്ടാമത്തെ ആൾ പകുതി നിറച്ച ആളുടെ അവസ്ഥ, ഇതുപോലെയാണ് നമ്മുടെ ഓരോ ആഴ്മാലുകളും. ആഹ്റത്തിക്കുള്ളതാണെങ്കിലും ദുന്യാവുക്കുള്ളതാണെങ്കിലും എല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ താൽക്കാലികമായി നമ്മൾ മറ്റുള്ള ആളുകളുടെ കണ്ണു മറക്കൽ പരിപാടി പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് പരാജയപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് വിനയായത് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, മുസീബത്തിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് എത്തുന്നില്ല. ഒരു പ്രശ്നം, ഒരു അപകടം, അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് പറ്റാത്ത ഒരു കാര്യം, ബുദ്ധിമുട്ടിലാക്കുന്ന, പ്രശ്നങ്ങളിലാക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് എത്തുന്നില്ല. ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവനവന്റെ കരങ്ങളെ കൊണ്ട് അവനവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് അതൊരു പ്രശ്നത്തിൽ ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. വയഅഫു അൻ കസീർ, അവൻ അധികമായി കൊണ്ട് മാപ്പ് ചെയ്യുന്നു അല്ലാഹു തആല. അല്ലാഹു തആല മാപ്പ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഓരോരുത്തരുടെയും അവസ്ഥ? അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമ്മൾ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഇബാദത്താണെങ്കിലും ആ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത കാലത്തോളം ആ ഇബാദത്ത് സഹിയാകുകയില്ല. അത് നമ്മൾക്ക് ഉപകരിക്കേണ്ട, അത് നമ്മൾക്ക് അനുഭവിക്കേണ്ട സന്ദർഭം വരുമ്പോൾ അത് നമ്മൾക്ക് വിനയായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഓരോ പ്രവർത്തനത്തിലും ലക്ഷ്യബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. ഏതാണെങ്കിലും ശരി, ദുന്യാവിൽ വിഷയമാണെങ്കിൽ ദുന്യാവ് നേടണമെങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം. ആഖിറത്തിലെ കാര്യം ഇങ്ങനെ തന്നെ. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ചീത്ത വിചാരം, സൂഉൽ ഖൽഖ്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ചീത്തയായ, അവർ മോശക്കാരാണ്, എല്ലാവരും അവർ മോശമാണ്, ഇവ മോശമാണ് എന്നിങ്ങനെയുള്ള, ഞാൻ മാത്രം നല്ല ആള് എന്നുള്ള ആ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചീത്തയായ വിചാരങ്ങളും വികാരങ്ങളും കൊണ്ട് നടക്കുന്ന മനുഷ്യൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആ മനുഷ്യന്റെ മനസ്സിലെത്താൻ പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ മനസ്സിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ചീത്തയായ വിചാരങ്ങളും വികാരങ്ങളും ഉടലെടുക്കാനും അതുമായി കൊണ്ട് ആ മനുഷ്യൻ അനുഭവപ്പെടാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിയുടെ ഇടപെടലുകളാണ്. ഒരു വ്യക്തി നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തിയുടെ ശരീരഭാഷ, ആ വ്യക്തിയുടെ മറ്റുള്ള ദേഹ പ്രകടനങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നു, നമ്മെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നു, അങ്ങനെയുള്ള ആ ഒരു വിഷയത്തിൽ നിന്ന് അത് നമ്മളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുമെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരികയാണ്, ആ സംസാരത്തിൽ അവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആ വ്യക്തി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത വല്ല കാര്യങ്ങളും പറയുകയോ, അതല്ലെങ്കിൽ അവൻ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് വല്ലതും പറയുകയോ, അതല്ലെങ്കിൽ അവൻ്റെ ശരീരഭാഷകളിലോ, അല്ലെങ്കിൽ അവൻ്റെ വാക്കുകളിലോ, അവൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ഒരു ചീത്തയോ മോശമായ ഭാവങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുമെന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവർ തരുന്ന മെസ്സേജ് അനുസരിച്ചുകൊണ്ടും അങ്ങനെ തന്നെ, മറ്റുള്ള ആളുകൾ ഇന്നയാളെ സംബന്ധിച്ച് ഇങ്ങനെയും പറയുക, അങ്ങനെ തരികയാണെങ്കിൽ അതും നമ്മൾക്കൊരു വിനയായി മാറും. അവരവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ കുറ്റം പറയുക, ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, അത് അവരുടെ ഒരു തൊഴിലായി മാറിയിരിക്കും. പക്ഷെ അത് നമ്മുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ആ മനുഷ്യനെ സംബന്ധിച്ചൊരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. ആ മനുഷ്യനെ സംബന്ധിച്ച ചിത്രം വരുമല്ലോ. ആ ചിത്രം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അപകടം ചെയ്യും. നമുക്ക് ആലോചിച്ച് നോക്കണം. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യമായ ഇടപെടലുകൾ ചെല്ലുകയാണെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾക്ക് മാനസികമായി ആ വ്യക്തിയോട് ഒരു വെറുപ്പ് തോന്നും. ആ വ്യക്തിയോട് നമ്മൾക്ക് ഒരു വൈരാഗ്യമോ അതല്ലെങ്കിൽ ഒരു അറപ്പോ ഒരു ചെറുപ്പോ തോന്നും. കാരണം എന്താണ്, അവനിൽ നിന്ന്, ആ മനുഷ്യനെ സംബന്ധിച്ച് മറ്റാളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ മെസ്സേജ് അതാണ്.
അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? അത്തരം കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഒന്നിരിക്കൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കളയുക. അതല്ലെങ്കിൽ ഇത്തരം ആളുകളെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വരുമ്പോൾ, നീ എനിക്ക് വലിയ ഗുണമുള്ള കാര്യമാണോ പറയുന്നത് എങ്കിൽ എനിക്ക് പറഞ്ഞാൽ മതി, എന്നോട് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അത് പറയണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മറ്റേ ആൾ ഇഷ്ടംപോലെ പറഞ്ഞു തന്നത് അത് കേട്ട് മനസ്സിലാക്കിയ ആളായിരിക്കും മുന്നിൽ നിൽക്കുക. ആ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയിട്ട് ഇവനാണ് അപ്പയും കാണിച്ചതൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി പറയല്ല. ചില ആൾക്കാരുടെ അവസ്ഥകളും ചില ആളുകളും നമ്മളോട് പറയുന്ന പരാതികളും അനുസരിച്ചുകൊണ്ടാണ്, ഈ അനുഭവജ്ഞാനമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എൻ്റെ നിസ്കാരം ഇങ്ങനെ അവൻ മുന്നിൽ വന്നപ്പോൾ എൻ്റെ നിസ്കാരം പ്രസാദമായി. അതെന്താണ്? ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവൻ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ എന്താക്കി, അതിനെ ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പക്ഷെ അവരങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ അതും പറഞ്ഞു തരാം. അവരെ അങ്ങനെ നമ്മളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. അത് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി നമ്മൾക്ക് തന്ന മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് നൽകിയതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് നമ്മൾ വിരമിക്കുകയും ചെയ്യുക, അത്തരം കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഇതിനെ പറ്റിയ ഏറ്റവും വലിയ ഒരു മാർഗം. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഉള്ള ചീത്തയായ വിചാരവികാരങ്ങൾ അതുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, തീർച്ചയായും ഭാവനകൾ, വിചാരങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ തോന്നി വരുന്ന ഈ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, ചില ഭാവനകളൊക്കെ കുറ്റകരമാണ്, അത് ചീത്തയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ആരോടെ പറയുന്നത്? മോമിനീങ്ങളോട്. ഇന്ന് ലോകത്ത് നടക്കുന്നത് മുഴുവനും അങ്ങനെയാണ്. കാരണം എൻ്റെ സംഘടനയിൽ എൻ്റെ പാർട്ടിക്ക് ആളെ കൂട്ടാൻ വേണ്ടി മറ്റുള്ള ആളുകളെ കുറ്റം പറയുക എന്നുള്ളത് ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടി പറഞ്ഞുണ്ടാകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ചീത്തയായ ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു ഭാവന നിങ്ങൾ പാടെ ഉപേക്ഷിച്ചത്. അത് അവർ പറയുന്നവരെ അവരുടെ സ്വഭാവം അവർ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അവർ എന്ത് പറയുകയാണെങ്കിൽ, ചീത്തയായ കാര്യങ്ങൾ നമ്മൾക്ക് പറയുകയാണെങ്കിൽ അത് അവരുടെ സ്വഭാവമാണ് എന്ന് വിചാരിക്കുക. ഇതങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, ചില ഭാവനകളുടെ വിചാരങ്ങളൊക്കെ കുറ്റകരമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പാടെ വർജിക്കണം, ഉപേക്ഷിക്കണം. വലാ തജസ്സസൂ, നിങ്ങൾ ചാരമ്പഴി എടുക്കരുത്, ഒറ്റിക്കൊടുക്കരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം അഭാവത്തിൽ വെച്ച്, ഒരു വ്യക്തിയുടെ അഭാവത്തിൽ വെച്ചുകൊണ്ട് അവൻ്റെ കുറ്റം കുറവും പറയരുത്. ഇനി അല്ല സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിലോ അതും പറയാൻ പാടില്ല. ഇത് മനുഷ്യനെ വഷളാക്കുക, ജനങ്ങളുടെ ഇട്ട് അതിലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെന്താക്കുക, എളുപ്പാക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടില്ല. അതാണ് വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ, ദൈവത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, ജനങ്ങളെ സംബന്ധിച്ചുള്ള ചീത്തയായ വികാരങ്ങളുള്ള മനുഷ്യൻ ഒരു കാലത്തും അവൻ രക്ഷപ്പെടുകയില്ല. അവൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ വിചാരിച്ചു, ഇവൻ്റെ മനസ്സിൽ ഏത് സമയത്തും അതായിരിക്കും. മറ്റൊന്ന്, മൂന്നാമത്തെ ആളാണെന്നറിയോ? കുറ്റബോധം സ്ഥിരമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ. ഇത് കഴിഞ്ഞു പോയതോ അതല്ലെങ്കിൽ വേറെ ഏതോ തെറ്റുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സ്ഥിരമായി ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഒരു ദിവസം ലക്ഷക്കണക്കിന് ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വന്നു പോകുന്നത് ഒരു ദിവസം. അതിൽ മിക്കവാറും ഏറെക്കുറെ കഴിഞ്ഞു പോയത് റിപ്പീറ്റ് ആകുകയാണ് എന്നുള്ളതാണ്. തിരിച്ച് ആവർത്തന ചിന്തയാണ് വരുന്നത്. ഇത് തന്നെ മനുഷ്യനെ ഒരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആക്കുന്നതാണ്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരം ഇല്ലാത്ത ഒരു വിഷയവും ഇല്ല. കാരണം കഴിഞ്ഞു പോയാൽ ഞാൻ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, ഇനി എൻ്റെ പടച്ചുറപ്പ് എനിക്ക് കൊടുത്തില്ലല്ലോ, ഞാൻ ഒരുപാട് തെറ്റുകൾ കുമ്പാരമായി ഞാൻ ചെയ്തു, പക്ഷേ എനിക്കിനി എന്ത് മാർഗം? ഇതിങ്ങനെ ചിന്തിച്ച് നടക്കുകയല്ല. അതിന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. അള്ളാഹ് പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ തങ്ങൾ പറയണേ, യാ ഇബാദിയല്ലദീന അശ്റഫൂ, നിങ്ങളുടെ ശരീരത്തിന് അതിക്രമം ചെയ്തതായ എൻ്റെ അടിമകളെ. അള്ളാഹ് പറയാൻ പറഞ്ഞാൽ നബിനോട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, യാ ഇബാദി അല്ലദീന അശ്റഫൂ, സ്വശരീരങ്ങളെ അതിക്രമിച്ചതായ അടിമകളെ,
ലാ തുഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശ മുറിയേണ്ടതില്ല. എത്ര പാപം ചെയ്താലും എത്ര കുറ്റം ചെയ്താലും നിങ്ങൾ ഒരിക്കലും ആശ മുറിയേണ്ടതില്ല, നിങ്ങൾ നിരാശരാകേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവനും റഹീമുമാണ്. അപ്പോൾ കഴിഞ്ഞു പോയ ആ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് തല പുകഞ്ഞ് അതിന് എന്താ മാർഗം എന്നുള്ളത് ഒരിക്കലും നമ്മളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതിന് ഉടനെ തന്നെ പരിഹാരം കണ്ട് പിന്നെ റബ്ബിലേക്ക് അടുക്കുക. ഇനി പിന്നെ മേലിൽ ഇനി ആവർത്തിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ പ്രവർത്തിക്കുക. അതുകൊണ്ടായ ഇബാദിയൻ്റെ അടിമകളെ അല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം, അവരുടെ സ്വശരീരത്തിൻ്റെ മേലെ അതിക്രമം ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ആളുകളോട് പറയാതെ ലാ തുഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശം ചെയ്യേണ്ട. അള്ളാഹു തആല സകലത്തര പാപങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. അവൻ ഗഫൂറുർ റഹീമാണ്. തന്നെയല്ല അന ഇൻദല്ലി അബ്ദി വ അന മഅഹു ഹീന യദ്കൂറുനി, അങ്ങനെ എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്നൊന്നും പുറത്തു തരും എന്നുള്ള ദൃഢനിശ്ചയമാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. എനിക്ക് അള്ള പൊറുത്തരെ മറിച്ച് എനിക്ക് പൊറുക്കയില്ല, ഞാൻ ഇങ്ങനെ തന്നെ അവസാനം ഞാൻ അങ്ങനെ പോട്ടെ എന്നുള്ള ചിന്ത മനുഷ്യനെ ആകമാനം പ്രശ്നത്തിലാകും, നഷ്ടത്തിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിലാക്കും. അതിനും പരിഹാരമുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, കുറ്റബോധം സ്ഥിരമായി മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ചെയ്ത കുറ്റത്തിന് പശ്ചാത്തപിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അതല്ലാതെ മറ്റൊരു മാർഗം അതിലില്ല. മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇനി നാളെ എന്നാണ് പിന്തിച്ചിടുന്ന ഒരു വിഭാഗം ആൾക്കാണ്. പിന്തിച്ചിട്ട് കാര്യമില്ല. നാളെ എന്ന് പറഞ്ഞ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്നലെ ചെയ്യണം. നാളെക്കൊന്നും പിന്തിച്ചിടാത്ത രീതിയിൽ ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുക, പക്ഷെ അതിലേക്ക് തന്നെ മറക്കും. നാലാമത്തെ വിഭാഗം ആളുണ്ടായിരുന്ന വസ്വാസുള്ള ആളുകൾ, എല്ലാം സംശയം. അവിടെ രണ്ടാളെന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ എന്നെ സംബന്ധിച്ചായിരിക്കും പറയുന്നത്, അവരും എന്നെ സംബന്ധിച്ചായിരിക്കും. അത് മൊത്തം ജനങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരു മോശമായ നിലയിലാണ് കാണുന്നത്. ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ഈ വസ്വാസിന് ഒരു ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യത്തിൻ്റെ മേൽ ആ വ്യക്തി ചികിത്സിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 4 കാര്യമായി കൂടുതൽ വിശ്വാസം നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ല. 5ാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും പിന്തിക്കുക. കണ്ടോ, നാളെ ചെയ്യാം കണ്ടോ, ഇങ്ങനെ പിന്തിച്ചിടുന്ന ആളുകൾ ഒരിക്കലും ഒരു കാര്യത്തിലും വിജയിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾ നാളെ പഠിക്കുന്ന വിഷയമാണെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ പഠിക്കാം, അതല്ലെങ്കിൽ ഒന്നായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പരീക്ഷയുടെ ടൈമിൽ പഠിക്കാം. അത് ഒരിക്കലും നടക്കുകയില്ല. 10 ദിവസത്തെ ഒന്നായിട്ട് നമ്മൾ അവസാനം തിന്നാൻ പറ്റുമോ? ആദ്യം തിന്നാൻ പറ്റുമില്ല. അത് ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക തന്നെ വേണം. എന്ന് പറഞ്ഞതുപോലെ പിന്തിക്കുക, നാളെ എന്നുള്ളത് ആ ഒരു പരിപാടി ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വന്തത്തെപ്പറ്റി നമ്മൾ പറഞ്ഞ സ്വന്തത്തെപ്പറ്റി ചീത്തയായ വിചാരങ്ങൾ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ഒന്നിനും കഴിയുകയില്ല, ഞാൻ കഴിയില്ല ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നമ്മൾ ഏറ്റെടുക്കുകയാണ്, എനിക്ക് കഴിയില്ല, അത് മറ്റേതെനിക്ക് കഴിയില്ല എന്നിങ്ങനെയുള്ള ഈ ചിന്ത ഉണ്ടല്ലോ, ആ മനുഷ്യന് ഒരു കാലത്തും ഉയരാൻ കഴിയുകയില്ല. അത് ഞാൻ ഏറ്റെടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതിനോട് കഴിയില്ല. ഒരാളും ഈ ദുന്യാവിലേക്ക് ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ അതല്ലെങ്കിൽ അഡ്വക്കറ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഒരു ഉയർന്ന വിദ്യാഭ്യാസം നേടിയവനായിട്ട് ഈ ലോകത്താരും വന്നിട്ടില്ല. എല്ലാം പഠിച്ചെടുക്കലും അവൻ്റെ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞ ഈ 5-6 കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ലക്ഷ്യബോധമില്ലായ്മ ആ മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ശരിയാവുകയില്ല, അവൻ പരാജയത്തിൻ്റെ പടുകുഴിയിലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ 2ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ജനങ്ങളെ സംബന്ധിച്ചുള്ള ചീത്തയായ വിചാരങ്ങളും വികാരങ്ങളും. മറ്റുള്ളവർ ആൾക്കാർക്ക് മോശമാണ്, ഞാൻ നല്ലവനെന്നത്. 3ാമത്തെ കാര്യം, കുറ്റബോധം സ്ഥിരമായി കൊണ്ട് നടക്കുന്നവർ. 4ാമത്തത് വിശ്വാസമുള്ള ആളുകൾ. 5ാമത്തത് എല്ലാ കാര്യങ്ങളും പിന്തിച്ചിടുന്നവർ. പിന്നെ 6ാമത്തെ കാര്യം, സ്വന്തത്തെപ്പറ്റി ചീത്തയായ ധാരണകൾ സ്ഥിരമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ വിജയിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിനെ തെളിഞ്ഞ ഈമാനുള്ള ഖൽബാക്കി തരട്ടെ. ഇതെല്ലാം നമ്മൾ സുഹൃത്തുക്കളെ പറയുന്നത്
ഒരു വലിയ ഒരു നേട്ടം ഇതിലുണ്ടാകണം എന്ന് വിചാരിച്ചല്ല നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു പ്രബോധന രംഗത്തുള്ള ആളായിരുന്നു ഞാൻ. പഴയ കാലങ്ങളിലൊക്കെ പലിച്ച വയറൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ഒന്നുമില്ല. അപ്പം നമുക്ക് കഴിയുന്ന ആളുകൾ, നമുക്ക് കഴിയുന്നതും നമ്മൾക്ക് അറിയുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ നിരവധി ആളുകളുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.